കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ കുടുംബത്തെ ചിലർ ചേർന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ. ഗായത്രി അമ്മ എന്ത് സമ്മാനം തരും? അത് അപ്പ ആലോചിക്കാം. എങ്കിൽ അങ്ങനെ ഒരു സമ്മാനം എനിക്കും എന്റെ മോൾക്കും വേണ്ട. കാരണം ഈ കുടുംബത്തോട് ആത്മാർത്ഥതയും സ്നേഹമുള്ളവരാ ഞങ്ങള്. ഇനിയെങ്കിലും പറയാനുള്ളത് എന്താന്ന് വെച്ചാ രാജലക്ഷ്മി ഒന്ന് പറ. പറയാനുള്ളത് ത്രിവിക്രമം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. ഇപ്പോ ഇവിടെയുള്ളത് ശരിക്കും ശ്രീലക്ഷ്മി അല്ല, കണ്ണമ്മ എന്ന പെൺകുട്ടിയാണെന്നുള്ള കാര്യം സത്യം. ഇന്നലെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാ തെളിയിക്കാൻ പറ്റാഞ്ഞത്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇതാണോ രേഖ പറഞ്ഞ ഞെട്ടിക്കുന്ന കാര്യം? മാത്രല്ലോ ഞങ്ങള് തെളിയിച്ചു തരാം സത്യാവസ്ഥ. നോക്ക്, ഇന്നലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾ രണ്ടുപേരും കണ്ടതല്ലേ. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഈ വീട്ടിലുള്ള ആരും ഇനി സംസാരിക്കണ്ട. അതിന് ആ വിഷയം സംസാരിക്കാൻ പോകുന്നത് ഞങ്ങളല്ല മാത്രല്ലോ, വേറൊരാളാ. ഇനി ശരിക്കും ഞങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ ഗായത്രിയമ്മ എന്ത് ചെയ്യും? ആ നാടകക്കാരിയെ കഴുത്തിന് പിടിച്ച് ഈ വീട്ടിന് പുറത്തു തള്ളുവോ? അതിന് നിങ്ങൾ പറയുന്നത് സത്യമായാലല്ലേ. അത് ശ്രീലക്ഷ്മിയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റെ മോൻ രവിയുടെ ഭാര്യ ശ്രീലക്ഷ്മി തന്നെയാണത്. അതിൽ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ഒരു സംശയവും. ആയിക്കോട്ടെ, പക്ഷേ ഗായത്രി അമ്മയുടെ വിശ്വാസം ഗായത്രി അമ്മയെ രക്ഷിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ ഞങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിലോ അതുകൂടി അറിയണല്ലോ. ശരി, നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്താണോ അതാവും എന്റെ തീരുമാനം. അതിൽ സംശയമൊന്നും വേണ്ട. ഹോ, ഇത്രയും കേട്ടാ മതി. ഗായത്രി അമ്മ എവിടെ നിൽക്ക്, ഞങ്ങൾ ഇതാ വരുന്നു. വാ. ഇങ്ങ വന്നേ. വേണം വിളിക്കുന്നു. താനത് എവിടെ പോന്നു? എനിക്ക് വീട് മാറിയോന്നൊരു സംശയം. ഒന്നും മാറിയിട്ടില്ല. താൻ തന്റെ കൂട്ടുകാരി ഉള്ളിടത്ത് തന്നെയാ വന്നിരിക്കുന്നത്. പക്ഷേ അവളിപ്പോ പുറത്തു പോയിരിക്ക. ഇപ്പൊ വരുത്താം നമുക്ക്. അതുവരെ അകത്തൊരു അമ്മയുണ്ട്. അമ്മയോട് കുശലം പറഞ്ഞൊക്കെ ഇരിക്കാം. അതെ അതെ, വാ 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 വാടോ. വാ വാ. അതെ, എവിടേക്കാ? എവിടെ നിങ്ങളുടെ സാറ്? എനിക്ക് ആശാനെ ഒന്ന് കാണണം. ഇപ്പൊ കാണണ്ട. രവി സാറിന്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട. അങ്ങനെ നിങ്ങളുടെ സാറിന്റെ മൂഡ് നോക്കി കൺമണിക്ക് പെരുമാറാൻ പറ്റില്ല. കൺമണിക്ക് കൺമണിയുടേതായ ചില നിഷ്ഠകളുണ്ട്, വാശികളുണ്ട്. കാണണമെന്ന് പറഞ്ഞാൽ കാണണം. ഇപ്പൊ എന്ത് പറഞ്ഞാലും ശരി, രവി സാറിനെ കാണാൻ പറ്റില്ല. ഞാനത് അനുവദിക്കില്ല. വെറുതെ സാറിനെ ദേഷ്യം പിടിപ്പിക്കണ്ട. ആഹാ,
ദേഷ്യം ആരുടെയും കുത്തകയൊന്നും അല്ല. സാറിന്റെ ദേഷ്യത്തിന് മാത്രമേ വിലയുള്ളൂ. നമുക്കും ദേഷ്യമുണ്ട്, വാശിയുണ്ട്. രവിചന്ദ്രവർമ്മനെ കാണണം നീ കൺമണി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കാണും. അതിനി ആര് തടഞ്ഞാലും ശരി, കൺമണി ആ തടസ്സങ്ങൾ നിഷ്പ്രയാസം തട്ടിമാറ്റും. എന്താ സംശയം ഉണ്ടോ തനിക്ക്? ഉണ്ടോന്ന്? അതെ ആശാനെ, നമ്മളോടാണ് ആശാന് ദേഷ്യം. ഇതിന് മാത്രം നമ്മൾ എന്ത് തെറ്റ് ചെയ്തെന്നാ? അയ്യോ, ഡാൻസ് കളിക്കുന്നത് ഇവിടെ കൊലക്കുറ്റത്തിന് സമമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു. നീലാസ്തി കൊടുത്തിക്ക് നമ്മൾ ഡാൻസ് കളിക്കാറുണ്ട്. അതുപോലെ പാട്ട് കേട്ടപ്പോ കാല് തറയിൽ ഉറച്ചില്ല. ഇങ്ങനെയുള്ള പാട്ട് കേട്ടാല് നമ്മൾ തുള്ളിപ്പോവും. അത് ഈ ആപ്പീസാണോ പോസ്റ്റ് ആപ്പീസാണോന്നൊന്നും നമുക്ക് ആ സമയത്ത് ഓർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് കാണിക്കാനാ നമ്മൾ ആശ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ നമുക്ക് പറ്റിയ ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ആ തണുപ്പ് മുറിയിൽ ഇരുന്നപ്പോ നമ്മുടെ കഷ്ടകാലത്തിന് ഒരു പെങ്കൊച്ചു കയറി വന്നു. വരാനുള്ളത് വഴി തങ്ങൂല എന്നൊക്കെ പറയണ പോലെ. ആ TV ഇല്ലേ, കമ്പ്യൂട്ടർ, അതിലൊരു പാട്ടിട്ട് തരുമെന്ന് വെറുതെ നമ്മളൊന്ന് ചോദിച്ചു പോയി. അവൾ അതിൽ എവിടെയൊക്കെയോ താത്തപ്പം പാട്ട് വന്നു. ആ പെങ്കൊച്ചു പോയി കഴിഞ്ഞപ്പോ ആ എലി പോലിരിക്കുന്ന സാധനത്തില് അതില് ഞാനത് തൊട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും എല്ലായിടത്തും പാട്ടും വന്നു. നമുക്ക് നമ്മുടെ തനി സ്വരൂപവും പുറത്തു വന്നു. ഇതൊന്നും നമ്മൾ ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ആശ നമ്മൾ ഈ നിമിഷം വരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോ ഇവിടെ നടന്നതിന് ആശാന് വിഷമമായെങ്കിൽ മാപ്പ്. ആശാൻ ഒരുമാതിരി കാല് പിടിക്കുമ്പോ തോളി കയറുന്ന പരിപാടി കാണിക്കില്ലേ? ചെയ്യണ തെറ്റിന് നമ്മൾ സാധാരണ മാപ്പ് പറയാറില്ല. എന്നിട്ടും ഇപ്പൊ അറിയാതെ ചെയ്തു പോയ തെറ്റിന് നമ്മൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ആശനി ഗമ കാണിച്ചിരിക്കുന്നതേ ശരിയല്ല.
ശരി, എങ്കി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ആശാൻ ഇന്ന് പിണങ്ങിയാലേ നമ്മൾ ഇന്നലെ പിണങ്ങി. അതാ നമ്മളുടെ ഒരു രീതി. നമ്മൾ പോവാണ്. നമുക്കിത് എന്ത് പറ്റി? ആശാൻ പിണങ്ങി നിൽക്കുന്നത് നമുക്കെന്താ ഒരു വിഷമം പോലെ. കൺമണി, നമുക്ക് എന്ത് പറ്റി? നമ്മളെ സഹായിക്കുന്ന മനുഷ്യനായതുകൊണ്ട് പാവം തോന്നുന്നാണോ, അതോ ആശാന്റെ വശത്ത് ശരിയായതുകൊണ്ടാണോ? രണ്ടും അല്ല, ബഹുമാനം, വെറും ബഹുമാനം. അതെ, നമ്മൾ പോവാ. ആശാൻ വല്ലതും പറയാനുണ്ടോ? എന്റെ പൊന്നാശാനെ, നമുക്കൊരു അബദ്ധം പറ്റി. ഇനിയെങ്കിലും ആശാൻ ഈ ദേഷ്യം ഒന്ന് മാറ്റുവോ? ഇങ്ങനെയാണേ നമുക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും ആശാൻ പരിഹരിച്ചോളാന്ന് പറഞ്ഞതോ? ആശാനെ വിശ്വസിച്ചല്ലേ നമ്മൾ ഓരോന്ന് ചെയ്യണത്? നമ്മളും ആശാനും പരസ്പരം മനസ്സിലാക്കിയാലല്ലേ നമുക്ക് മുമ്പോട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റൂ. നമ്മളും ആശാനും പിണങ്ങിയിരുന്ന നമുക്കിടയിൽ അകലം കൂടുതലേ ഉള്ളൂ. പരസ്പരം ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ പിണങ്ങിയിരിക്കണത്. പക്ഷെ ആ പിണക്കം വലിച്ചു നീട്ടിക്കൊണ്ട് പോണത് ശരിയാണോ ആശാനെ? അതും നമ്മളും ആശാനും തമ്മില്. നമ്മൾ പറഞ്ഞെല്ലാം കൃത്യമല്ല ആശാനെ, കേറി കൃത്യാണെന്ന് നമുക്ക് മനസ്സിലായി. അതല്ലേ ആശാൻ ഇപ്പോ നമ്മളെ തിരിഞ്ഞു നോക്കിയത്? അതെ, ശരിക്കും അല്ലെങ്കിലും എല്ലാവരുടെയും മുന്നില് നമ്മളും ആശാനും ഇപ്പൊ ഭാര്യയും ഭർത്താവുക. അപ്പോ അല്ലറ ചില്ലറ പിണക്കമൊക്കെ ഉണ്ടാവും. ഇതും ആശ ആ രീതിയിൽ എടുത്താ മതി. നമ്മളൊരു സത്യം പറയാം. ആശാനെ, നമ്മളെ തല കറങ്ങണ പോലെ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഏയ് എന്താ പറ്റിയത്? ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, ഏയ് ഏയ്. ആശാനും നമ്മളോടുള്ള ദേഷ്യം മാറിയൊന്ന് നമ്മൾ വെറുതെ ഒന്ന് പരീക്ഷ നോക്കിയതല്ലേ. വീണാ താങ്ങൂന്ന് അറിയണല്ലോ. പിണക്കം മാറ്റാനുള്ള കൺമണിയുടെ 18ാമത്തെ അടവ്. എന്ത് കാര്യത്തിനും മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ആശാനെ അത്യാവശ്യം. അതിപ്പോ അഭിനയായാലും ശരി, ജീവിതമായാലും ശരി. ആദ്യം ആശാന്റെ മുഖത്തുള്ള ഈ ഭാവം ഒന്ന് മാറ്റാമോ? ഈ ഇഞ്ചി കടിച്ച ഭാവം മാറ്റിയിട്ടൊന്ന് ചിരിച്ചേ. ഇങ്ങനെയുള്ള ആശാന്റെ മുഖം കാണാൻ കൊള്ളില്ല. ഒന്ന് ചിരിക്ക ആശാനെ. പിണക്കം മാറിയ ചിരി തന്നെയല്ലേ? യു ഹാപ്പി, ഐ ഹാപ്പി. ചെല്ലോ. ഇതാണ് ശ്രീനിവാസൻ. ഇവിടെ ഉള്ളത് കൺമണിയാണ് എന്നുള്ളതിന്റെ തെളിവ്. മോളെ, നീ മിണ്ടാതിരിക്കേ. ശ്രീനിവാസനോട് ഗായത്രി അമ്മ തന്നെ ചോദിച്ചറിയട്ടെ കാര്യങ്ങള്. ഞാൻ നീലഹസ്തയിൽ നിന്ന് വരുന്നതാ. ആ, നീലഹസ്തിയിലാണ് ബ്രദർ ഇൻ ലോയും ശ്രീലക്ഷ്മിയും അന്ന് പോയത്. ബാക്കി പറയ്.
പറയേ. ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാനാ ഈ നാട്ടിലേക്ക് വന്നത്. ആ, ഇയാളുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാ ഇപ്പോ ഇവിടത്തെ കണ്ണമ്മ. ബാക്കി പറഞ്ഞോ. ഞാൻ നാട്ടിലില്ലായിരുന്ന സമയത്താ കണ്ണമ്മ ഇവിടേക്ക് വന്നത്. ആ, അതായത് ഇയാൾ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ബ്രദർ ഇൻ ലോ കണ്ണമ്മയെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ബാക്കി പറഞ്ഞു. എൻ്റെ പൊന്നു ചേച്ചി ഒന്ന് മിണ്ടായിരിക്കൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്റെ കാര്യങ്ങളെല്ലാം ചേച്ചി എന്നെ അങ്ങോട്ട് പറ. നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. അവസാനം നമ്മൾ അഭിനയിക്കാൻ കൊണ്ടുവന്നതാണെന്ന് കരുതും ഗായത്രിയമ്മ. എനിക്ക് വേറൊന്നും വേണ്ട. എന്റെ കൺമണിയെ ഒന്ന് കാണണം, സംസാരിക്കണം. ദേ, ഇതിലുള്ളത് അവളുടെ കയ്യിൽ ഏൽപ്പിക്കണം, പോണം. ഇതിനുള്ളിൽ എന്താ? ഇതിനുള്ളിൽ കണ്ണമ്മയ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയ സാധനം. ഈ മണം മാത്രം മതി. കൺമണിക്ക് വേറെ ഒരു കറിയില്ലെങ്കിൽ സാരമില്ല. താൻ അതെടുത്തൊന്ന് അകത്ത് വെച്ചേ. ഇനി താൻ സത്യം പറ. ഇതൊക്കെ തന്നെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ? അതായത് ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ തനിക്ക് ആരെങ്കിലും പണം തന്നോന്ന്? ഇല്ല. ഇത്രയും ഇവിടെ പറഞ്ഞാ പണം കിട്ടുമായിരുന്നോ? ഉള്ള സത്യം പറഞ്ഞാ കിട്ടും. താൻ നാട്ടില് തിരിച്ചു വന്നപ്പോ കൺമണി എവിടെ പോയെന്ന് അവിടെ ഉള്ളവര് പറഞ്ഞത്? ഈ പട്ടണത്തിലേക്ക്. ആ, എന്തിന്? ഇവിടുത്തെ സാറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. ആ, അഡ്രസ്സും ഉണ്ടായിരുന്നു കത്തില്. ആ, അങ്ങനെയല്ലേ ഞാൻ തിരക്കി ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കിപ്പോ ഒരു സംശയം. കാരണം ഇത്രയും വലിയ വീട്ടിലൊന്നും കൺമണി താമസിക്കില്ല. വീട് മാറിപ്പോയതാണോന്നൊരു സംശയം. ആ സംശയം ഇപ്പൊ മാറ്റാം. തനിക്ക് കൺമണിയുടെ ശബ്ദം കേട്ടാ തിരിച്ചറിയാനാവുമല്ലോ. ആ, ഉറപ്പായിട്ടും. ആ, നിക്ക് ഒരു മിനിറ്റ്. മദർ ഇൻ ലോയ്ക്കും വിശ്വാസം ആവണല്ലോ. ഹലോ, നിതികുട്ടി. ഹലോ, ബ്രദർ ഇൻ ലോ. ശ്രീലക്ഷ്മി ഉണ്ടോ അടുത്ത്? ഉണ്ടല്ലോ. ഒന്ന് കൊടുക്കാവോ? ഓ, കൊടുക്കാം. അതെ, അനിയത്തിക്കുട്ടിയാ. എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ സമയത്ത് വിളിക്കാൻ സാധ്യതയില്ല. ഞാൻ പറയുന്നത് പോലെ വേണം പറയാൻ. ഹലോ. ആ, ശ്രീലക്ഷ്മി, ഞാൻ ഇപ്പൊ വിളിച്ചതേ വേറൊരു കാര്യത്തിന്. ശ്രീലക്ഷ്മിയെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആര്? ശരിക്കും ശ്രീലക്ഷ്മിയെ കാണാനല്ല വന്നത്, കണ്ണമ്മയെ കാണാനാ. വന്നയാളെ അറിയും. പേര് ശ്രീനിവാസൻ. നീലഹസ്തിയിലുള്ള തന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണെന്നാ പറഞ്ഞേ. ആ, ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ കണ്ണമ്മ, ഞാൻ ശ്രീനിവാസനാ. അറിയാത്ത പോലെ സംസാരിക്കേ. ഹലോ കണ്ണമ്മ, നീ എവിടെയാ? ആരാണ് നിന്റെ കണ്ണമ്മ? നമ്മള് ചോദിച്ചത് നീ കേട്ടില്ലേ? നീ ഏവനാന്ന്? എടി, നിനക്കെന്നാ മനസ്സിലായില്ലേ? എടി, ഞാനാ ശ്രീനിവാസൻ. നിനക്ക് ഞാൻ ഉണക്കമീനും കൊണ്ടാ വന്നിരിക്കുന്നത്.
ഡാ, നീ ആളും തരോ നോക്കാതെ സംസാരിച്ചാലുണ്ടല്ലോ. നീ പറയുന്ന കണ്ണമ്മയല്ല നമ്മള് ശ്രീലക്ഷ്മിയാ. നിന്റെ സംസാരം കേട്ടാൽ അറിയാം നീ ആളത്ര ശരിയല്ലാന്ന്. വല്ലവള് മരം തിരക്കി നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നല്ലേ? ഇറങ്ങടാ നമ്മുടെ വീട്ടിൽ നിന്ന്, വൃത്തികെട്ടവനെ. നിർത്തടി.